ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പരക്കായിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണ്. നല്ല സ്മൂത്തും ഉള്ളിൽ കണ്ടാൽ നല്ല സ്മൂത്തായിട്ടുള്ള കേക്കാണ്. ഇതൊരു ചോക്ലേറ്റ് കേക്കാണ്. ഫ്രോസ്റ്റിംഗ് ആക്കാനായിട്ട് മിൽക്കിലേക്ക് ഷുഗർ ഇട്ടിട്ട് നല്ല സോക്കാക്കുന്നുണ്ട് കേക്കിനെ. കേക്ക് നല്ല സോക്കായാലാണ് നല്ല ടേസ്റ്റായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ അടുത്ത് ബേസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പരക്കന്നായതുകൊണ്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പുറത്തേക്കാണെങ്കിൽ നമുക്ക് ബേസ് വെച്ച് കൊടുക്കാം. ഇത് നല്ലോണം സോക്കാണോ എന്നിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമിനെ മുകളിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നൈഫ് കൊണ്ട് നല്ലോണം ഫുള്ള് സ്പ്രെഡാക്കി കൊടുക്കാം. നമ്മളുടെ വീട്ടിലേക്കായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ സാധനവും കുറച്ച് ഇട്ടിട്ടല്ലേ ആക്കൽ. പുറത്തേക്കാകുമ്പോൾ കുറേ ഇടും. വീട്ടിലേക്ക് തന്നെ ആകുമ്പോൾ കുറച്ച് ഇട്ടിട്ട് ഉള്ള സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് ആക്കൽ. അപ്പോൾ ഇത് മോന് നമുക്ക് കേക്ക് വേണമെന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മോനിക്കായിട്ട് ആക്കിയ സ്പെഷ്യലായിട്ടുള്ള കേക്കാണ്. സ്പെഷ്യലും പറയാനൊന്നുമില്ല, ഇതൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ക്രീമും സ്പഞ്ചും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലോണം റിച്ചായിട്ട് ആക്കാം. ഈ കേക്കിനെ ചോക്ലേറ്റ് എല്ലാം ഇട്ടിട്ട് ഇതിനെ നമുക്ക് നല്ല റിച്ചായിട്ട് ആക്കാം. ചോക്ലേറ്റ് ക്രീമും ചോക്ലേറ്റും മിൽക്ക് മെയ്ഡെല്ലാം ഒഴിച്ചിട്ട് നല്ല റിച്ചായിട്ട് ആക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. അതൊന്നും ഇടാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണ് വീട്ടിലേക്കായിട്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഇപ്പോൾ ഇത് ക്രം കോട്ട് അതിന് ഫിനിഷ് ആയിട്ടില്ല. ഐസിങ് ആക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായി പിന്നെ നമുക്കിത് ഫുള്ളും ഡിസൈൻ ആക്കിയിട്ട് എടുക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.